ഇനിയും നിങ്ങൾ CBT 2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും. നമുക്ക് അത്രയും എന്താ പറയണ്ടേ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എക്സാംസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ആയിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് എന്താ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ CBT 1 എക്സാംസ് എത്ര പേര് അറ്റൻഡ് ചെയ്തു, അതേപോലെ കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര ആൾക്കാരാണ് 15 ടൈംസ് നോക്കുമ്പോൾ എത്ര ആൾക്കാരാണ് ഉണ്ടാവുക ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് CBT 1 അറ്റൻഡ് ചെയ്ത എത്ര പിള്ളേരുണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ഓൾറെഡി ഫോം ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. ഓൾറെഡി ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇത് RT ആണ്. ഓക്കെ, RT ആക്ട് 2006 പ്രകാരം നമുക്ക് എന്താ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ. അപ്പം ഇതില് നിങ്ങൾ ഈ ഒരു ഡാറ്റാസ് നമ്മൾ എത്ര പെർസെന്റേജ് ആണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. നമുക്ക് 11,01,266 11,01,266 അപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ കിട്ടിയേക്കുന്നത്. എല്ലാ RRBയും കൂടി കൂട്ടിയിട്ട്, ടോട്ടൽ എല്ലാ ബ്രാഞ്ചും കൂടി കൂട്ടിയിട്ട് 11,01,266 അപ്ലിക്കേഷൻസ് ആണ് അവിടെ കിട്ടിയേക്കുന്നത്. അതേപോലെ 6,82,623 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്തില്ല, CBT 1 എഴുതിയിട്ടുള്ളൂ. 6,82,623, ഏകദേശം 11,01,266 അപ്ലിക്കേഷൻസ് അവിടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെയുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്തേക്കുന്നത് ആകെ എത്രയേ ഉള്ളൂ, 6,82,623 പേര്. ഏകദേശം 4 ലക്ഷത്തിന്റെ ഗ്യാപ്പ്, 4 ലക്ഷത്തിന്റെ ആൾക്കാര്, 4,18,643 പേര് എന്ത് എക്സാംസ് അവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, 4 ലക്ഷത്തി സംതിങ് ആൾക്കാരെന്താ അവിടെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ നമുക്ക് അനാലിസിലേക്ക് പോവാം. ടോട്ടൽ ഫോം ഫില്ല് ചെയ്തേക്കുന്നത് എത്ര, 11,01,266. അതേപോലെ അറ്റൻഡൻസ് 6,82,623. അപ്പൊ എത്ര പെർസെന്റേജ് ഉള്ളത്, ഏകദേശം 61.98%. 61.98% ആണ് CBT 1 എക്സാം എഴുതിയവരുടെ അറ്റൻഡൻസ്. ഓക്കെ, ഇതിലിപ്പോ ഞാൻ പറഞ്ഞു 6,82,623 ഏകദേശം 2 to 2.5 ലാക്ക് പിള്ളേർ എന്താ ചുമ്മാ പോയിട്ട് എഴുതിയതായിരിക്കും അല്ലെ. 2 to 2.5 ലാക്ക് ചുമ്മാ പോയിട്ട് എഴുതിയേക്കാം. ഏകദേശം ഒരു 3 ലക്ഷത്തോളം ആൾക്കാരായിരിക്കും കൃത്യമായിട്ട് അവിടെ പഠിച്ചിട്ട് എഴുതിയേക്കുന്നത് അല്ലെ. 3 ലക്ഷം എന്ന് പറയുമ്പോൾ ഓക്കെ, 3 ലക്ഷത്തി സംതിങ്, അല്ലെങ്കിൽ ഒരു 2 ലാഖിന്റെ അടുത്ത ആൾക്കാർ മാത്രമായിരിക്കും എന്ത് ചെയ്യാം കൃത്യമായിട്ട് അവിടെ പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അതിൽ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര വേക്കൻസി ഉള്ളത്, ടോട്ടൽ എത്ര വേക്കൻസി ഉള്ളത്, 7,951. ടോട്ടൽ 7,951 വേക്കൻസിയാണ് ഉള്ളത്. അപ്പൊ 7,951 എത്ര, 15 ടൈംസ് ആണ് അവർ എന്ത് ചെയ്യുക CBT 1 CBT 2 എഴുതാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവും 15 ടൈംസ്. അപ്പൊ ഈ 7,951ന്റെ 15 ടൈംസ് പറയുമ്പോ എത്ര വരും, 1,19,625. ഓക്കെ, 1,19,625 പേര്. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം, നിങ്ങളെ ഇനിയെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്താ, കാരണം വെച്ചാൽ ഇനിയിപ്പോ അവസാന റിസൾട്ട് വന്നിട്ട് കട്ട് ഓഫ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നോർമലൈസേഷൻ പ്രകാരം എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ മേ ബി നിങ്ങൾക്ക് തോട്ട് പോകുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം, വാട്ട് എവർ മേ ബി ദ റിസൾട്ട്. നിങ്ങൾക്ക് ഇനിയും ടെക്നിക്കൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട് അല്ലെ. CBT 1 നിങ്ങൾ ക്ലിയർ ആവുന്ന തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുക, എന്നിട്ട് എന്താ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവസാനം CBT 1 റിസൾട്ട് വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് CBT 2 നോക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്യുക, എന്തായാലും പ്രിപ്പയർ ചെയ്യുക. അതേപോലെ ഇൻ കേസ് നിങ്ങൾക്ക് CBT 1 ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വേറെയും ടെക്നിക്കൽ എക്സാംസ് വരാനുണ്ട്. ഇപ്പൊ ഇനി SSCGI വിളിക്കുന്നുണ്ടാവും. ഓക്കെ, അതിലും നമ്മൾ എന്താ നോൺ ടെക്നിക്കൽ എല്ലാം ഉണ്ട്. അതേപോലെ വേറെയും ഉണ്ട് ടെക്നിക്കൽ എക്സാംസ് ഇപ്പം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഒരു പിന്നെന്താ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ട് പിന്നെ ഒരു എന്താ പറയണ്ടേ, കുറച്ചും കൂടി പ്രിപ്പയർ CBT കുറച്ചും കൂടി എളുപ്പമായിരുന്നു
കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ CBT2 എളുപ്പമാകുമായിരുന്നു എന്നുള്ളൊരു തോട്ട് എന്തിയാ നിങ്ങൾക്ക് ഒരിക്കലും പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും സമയമുണ്ട്. അപ്പോ കൃത്യമായിട്ട് എന്തിയാ പഠിക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തരാൻ വേണ്ടി പറ്റി. അപ്പൊ ഇത് ഒഫീഷ്യൽ ഡാറ്റ തന്നെയാണ്. RTE പ്രകാരം നമുക്ക് കിട്ടിയ ഒഫീഷ്യൽ ഡാറ്റയാണ്. 61.98% അറ്റൻഡൻസ്. അപ്രോക്സിമേറ്റ് 62% ആണ് അവിടെ അറ്റൻഡൻസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോ ഇനിയും നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. നിങ്ങൾ എന്താ ക്ലിയർ ആവോ എന്നുള്ള ടെൻഷൻ കാരണം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.